കർത്താവിൽ പ്രിയരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്, ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഹല്ലേലൂയ. ഈ ലോകത്ത് ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ദൈവസ്നേഹം അനുഭവിച്ച ഒരുപാട് പേരുണ്ട്, ശരിയല്ല? ദൈവം രോഗം ഹീലായവർക്ക് ഒരുപാട് പേരുണ്ട്, ശരിയല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹീലാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പുസ്തകത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്, മരിച്ച വ്യക്തികൾ ഉയർത്തെണീക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? യേശുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്, കറക്റ്റല്ലേ? യേശുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം, മരിച്ചവർ ഉയർത്തെണീക്കുന്നതും രോഗം സൗഖ്യമാകുന്നതും, അല്ലെങ്കിൽ ആ ദൈവസ്നേഹം നമ്മളെല്ലാവരും അനുഭവിക്കുന്നതും. ശരിയല്ലേ? എല്ലാം ചിന്തിച്ച് നോക്കിക്കേ. ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാനൊന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ ദൈവത്തിൻ്റെ കാര്യം ഓക്കെ, യേശുവിൻ്റെ കാര്യം ഓക്കെ, യേശുവിൻ്റെ നാമത്തിൽ നമുക്കെല്ലാം വിടുതൽ കിട്ടും, അത്ഭുതങ്ങൾ കിട്ടും, നമുക്ക് കടഭാരം മാറും. കടഭാരത്തിന് വേണ്ടി ചിലവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും, ചിലവർ കല്യാണം നടക്കാൻ വേണ്ടി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും, ചിലർക്ക് ഗൾഫിൽ പോകാനാണ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. ഇതെല്ലാം ഓക്കെയാണ്. ഇതെല്ലാം ദൈവത്തിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തുണ്ടല്ലോ, പ്രേതങ്ങളുണ്ടോ? പിശാചുണ്ടോ? പ്രേതങ്ങളുണ്ട്. യക്ഷിയുണ്ട്, പ്രേതമുണ്ട്, യക്ഷിയുണ്ട്. ഞാൻ ഈ ദൂതന്മാരെ ഞാൻ കാണാറുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാരെ ഞാൻ കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ യക്ഷികളെയും കാണാറുണ്ട്. യക്ഷിയുണ്ട്, പ്രേതങ്ങളുണ്ട്. ഈ പ്രേതങ്ങളില്ലേ, ഇത് രാത്രിയാകുമ്പോഴേ ഈ പ്രേതങ്ങൾ ഇറങ്ങുന്നത്. രാത്രിയാകുമ്പോൾ ഇത് കൂട്ടമായിട്ട് ഇറങ്ങും. ചിലപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയോ? ചിലപ്പോൾ അത് പൂച്ചയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ അത് പട്ടിയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പശു, ആട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ ഇതിന് ഇരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ദൈവശക്തി ഇല്ലാത്ത കുടുംബത്തിൽ ഈ പിശാചിന് അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവത്തില്ല, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈ പിശാചിന് കുടിയിരിക്കാൻ പറ്റും. ഇതൊരു കുടിയിരിപ്പ് ശക്തിയാണ്.
ഈ സാത്താൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇവൻ നിൻ്റെ കുടുംബത്തിൽ, നമ്മുടെ ഓരോ കുടുംബത്തിൽ ഈ സാത്താൻ കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്താ പ്രത്യേകത എന്നറിയോ? ഇവൻ നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു വ്യക്തി ഒരു അസുഖം വന്ന് മരിച്ച വ്യക്തിയാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അത് മുത്തച്ഛനായിരിക്കാം, മുത്തശ്ശിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മോനായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അമ്മായിയമ്മയോ അമ്മയോ ആയിരിക്കാം. ആ രോഗം കൊടുത്ത്, ആ ബ്ലഡിൽ കൊടുത്ത്, അല്ലെങ്കിൽ ആ ആത്മാവിനെ ബന്ധിച്ച് ആ ഒരു സാത്താൻ, ആ ഒരു പ്രേതമാണ് ആ ചോര കുടിക്കുന്ന. എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് ചോര കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്, രക്തമാണ് നമ്മളെ, രക്തത്താൽ വീണ്ടെടുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ നിൻ്റെ കുടുംബത്തിലും ഈ പിശാചിന് വേണ്ടത് രക്തമാണ്. ചിലപ്പോൾ അത് ഒരു മൃഗത്തിൻ്റെ രക്തമാകാം. ചിലപ്പോൾ മൃഗങ്ങൾ ചത്തുപോകുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ നന്നായിട്ട് വളർത്തിയ ഒരു മൃഗം ചത്തുപോയി, അല്ലെങ്കിൽ നല്ലൊരു കിളി ചത്തുപോയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ പട്ടിയായിരിക്കും ചത്തുപോകുന്നത് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ അംഗം പോലെ നിങ്ങൾ സ്നേഹിച്ച ആ പട്ടി, ആട്, പശു ചത്തുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരിൽ വ്യാപരിക്കുന്ന പൈശാചിക സ്പിരിറ്റിനെ ഞാൻ ചെറുപ്പം മുതലേ കാണുമായിരുന്നു. ഇതിനെ കാണുമായിരുന്നു. അവരിൽ വ്യാപരിക്കുന്ന ആ പിശാച് കൂട്ടമായിട്ട് അവരെ കൊന്നുകൊണ്ടുപോവുകയാണ്, കൊല ചെയ്തിട്ട് അവരെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിനെ ഞാൻ കാണാറുണ്ട്, ഈ സ്പിരിറ്റിനെ ഞാൻ കാണാറുണ്ട്. നിങ്ങൾ പറയും ഈ ലോകത്ത് പിശാച് ഇല്ലെന്ന് പറയും. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു രോഗി കിടപ്പുണ്ടെങ്കിൽ ആ രോഗിയെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ രോഗിയെ കൊണ്ടുപോകാൻ നിൽക്കുന്നത് പിശാചാണ്. ദൈവത്തിൻ്റെ പകർച്ച ഉള്ളതുപോലെ തന്നെ ആ രോഗിയിൽ പിശാചിൻ്റെ പകർച്ചയുണ്ട്. നിങ്ങൾ ആ രോഗീനെ ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥന വയ്ക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ദൈവദാസനെ അവിടെ കൊണ്ടുവരത്തില്ല, ഒരു അഭിഷക്തനെ അവിടെ കൊണ്ടുവരത്തില്ല, നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്ത വ്യക്തികൾക്കുണ്ടല്ലോ, ആ അസുഖം ബാധിച്ച് കിടക്കുന്ന വ്യക്തിയിലെ ആ വ്യക്തിയിലുള്ള പിശാചിൻ്റെ പകർച്ച അടുത്ത വ്യക്തിയിലേക്ക് പകരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ശ്വാസത്തിലൂടെ ആകാം, ചിലപ്പോൾ അത് നഗര് കൊള്ളുമ്പോഴാകാം, ആഹാരത്തിലൂടെ പകരാൻ ചാൻസ് ഉണ്ട്, ഡ്രസ്സിലൂടെ, വിയർപ്പിലൂടെ. ഇങ്ങനെ ഇത് ഒരു രോഗമാണ്. രോഗം പകരുന്നത് ഡോക്ടറോട് ചോദിച്ചാൽ അറിയാം, ഇതൊരു പൈശാചിക മേഖലയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പശു ചത്തുപോയി, ഒരു ആട് ചത്തുപോയി, ഒരു പട്ടി ചത്തുപോയ വീട്ടിലാണെങ്കിലും അതിനെ കൊണ്ടുപോയിരിക്കുന്നത് വേറെ ആരുമല്ല, അത് പിശാചാണ് കൊണ്ടുപോയിരിക്കുന്നത്. സാത്താൻ, പ്രേതം, പിശാച്. നിങ്ങളിത് ചിന്തിച്ചിട്ടുണ്ടോ? പിശാചുണ്ട്. നിങ്ങൾക്ക്, ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യമല്ല, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടണം. പിശാചുണ്ട്, പ്രേതമുണ്ട്. നിങ്ങൾക്ക് രാത്രി കാണാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ അതിനെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം ചില വ്യക്തികൾ മരണപ്പെട്ടു പോകുന്നു. ചില പെട്ടെന്നുള്ള അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ടു പോകുന്നു. ആരാ കൊണ്ടുപോയത്? സാത്താൻ, പിശാച കൊണ്ടുപോയത്. അറ്റാക്ക് കൊണ്ടുപോയത് ആരാ? പിശാചാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഈ ലോകത്ത് പിശാചുണ്ട്. ആരെയാ കൊണ്ടുപോകണ്ടേന്ന് നോക്കി നടക്കുക ഇവൻ. ആരെയാ കൊണ്ടുപോകണ്ടേന്ന് നോക്കി നടക്കുകയാണ് ഇവൻ.
ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ആക്സിഡൻ്റ് വന്നു, ചിലപ്പോൾ കഴിഞ്ഞ വർഷമായിരിക്കാം, അല്ലെങ്കിൽ ഈ വർഷമായിരിക്കാം, അല്ലെങ്കിൽ 2018 16 2007 ഈ ആക്സിഡൻ്റ് സ്പിരിറ്റ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോഴും അത് നിരന്തരം ഈ ആക്സിഡൻ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ കളിക്കുന്ന ഒരു പിശാചാണ്. ആക്സിഡൻ്റ് ആക്കുന്ന പിശാച്. ചിലപ്പോൾ ആ ആക്സിഡൻറ്റിൽ ആ വ്യക്തി മരിക്കത്തില്ല, വണ്ടി മറിഞ്ഞു, ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ കാറുകളെന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ഇടിച്ചാലും എന്താ പറയുക, ബലൂൺ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റും. എയർ ബലൂണുണ്ട്, എയർ ബാഗുണ്ട്, ശരിയല്ലേ? പക്ഷെ സാത്താനുണ്ടല്ലോ, ഇവർ ബോധം കെട്ട് കിടക്കുമ്പോൾ ഇവരെ ഞെക്കിക്കൊല്ലാൻ പറ്റും. ആക്സിഡൻ്റ് സ്പിരിറ്റിൻ്റെ ആക്സിഡൻ്റ് പൈശാചിക സ്പിരിറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്പിരിറ്റ് ഉണ്ടല്ലോ മരിക്കാത്ത വ്യക്തിയെ ഞെക്കിക്കൊല്ലും. ഫയർ ഹോളി സ്പിരിറ്റ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളത് വിശ്വസിച്ച് വീണ്ടും ആ ആക്സിഡൻറ്റ് വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥന വയ്ക്കുന്നില്ല, നിങ്ങൾ യേശുവിനെ അറിയുന്നില്ല, നിങ്ങളിങ്ങനെയുള്ളൊരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, വീണ്ടും നിങ്ങളുടെ കുടുംബത്തിൽ ആക്സിഡൻറ്റ് വരും. നിങ്ങളെ ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ആ സ്പിരിറ്റ് ഞാൻ കാണുന്ന സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് അടുത്ത വ്യക്തിയെ, ചിലപ്പോൾ അത് നിൻ്റെ കുട്ടി ചിലപ്പോൾ സൈക്കിളിൽ നിന്നായിരിക്കും മൂക്കിടിച്ച് വീഴുന്നത്. നിൻ്റെ കുടുംബത്തിൽ ഈ അപകടത്തെപ്പറ്റി ഞാൻ ഈ പറയുന്ന ആക്സിഡൻ്റ് കേസുകൾ. ഇപ്പം നിൻ്റെ കുടുംബത്തിൽ ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് മരിക്കുകയാണ്. ആ വെള്ളത്തിൽ വീഴിക്കുന്ന ഒരു പൈശാചിക സ്പിരിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം നിൽക്കേണ്ടത് ഹോളി സ്പിരിറ്റാണ്. പക്ഷെ നിൻ്റെ ഒപ്പം നിൽക്കേണ്ട, നീ ഹോളി സ്പിരിറ്റിനെ വിളിച്ചെങ്കിൽ മാത്രമേ ആ ഹോളി സ്പിരിറ്റ് നിൻ്റെ കൂടെ നിൽക്കൂ. പക്ഷെ നീ എപ്പോഴും വിളിക്കുന്നത് എന്താ പറയുക, ഈ ലോകത്തിൻ്റെ വിഗ്രഹങ്ങളെയും, അല്ലെങ്കിൽ പിശാച് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിശാച് പല പേരുകളിൽ, ഞാൻ ആ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് ഊഹിച്ചെടുക്കാമെന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ മനസ്സ് വായിക്കാൻ പറ്റും, നിങ്ങൾക്കത് ഊഹിച്ചെടുക്കുക എന്തൊക്കെയാണ് ആ പിശാചിൻ്റെ പേര് പറഞ്ഞു വരുന്നതെന്ന്. ആ പിശാചിനെ നിങ്ങൾ സേവിക്കുമ്പോൾ നിങ്ങളതിനെ വിളിച്ചു വരുത്തുകയാണ്. ആ സ്പിരിറ്റ് തരം കിട്ടുമ്പോൾ നിങ്ങളെ സ്പോട്ട് ഔട്ട് തീർത്ത് കളയും. രോഗമുള്ള ഒരു വ്യക്തി എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പിശാചിന് വളരെ സിമ്പിളാണ്, അവരെ തീർത്ത് കളയാൻ വളരെ സിമ്പിളാണ്. ഒരു രാത്രി ഉറങ്ങുമ്പോൾ തന്നെ പിറ്റേത് അവർ സ്പോട്ടിൽ തീരുകയാണ്. ഒരു ദൈവവിളിയുള്ള ഒരു മകൻ, ഒരു മകള് വീണ്ടും രോഗിയെ പരിചരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ രോഗം കൊണ്ടിട്ടിരിക്കുന്നത് പൈശാചികത്തിൻ്റെ അടിമത്തിൽ കിടക്കുവാണ്. ആ കുടുംബം ഒരിക്കലും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ദൈവകൽപ്പന പുതുതായി ജനിച്ചിട്ടില്ല. യേശു പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു. യേശു പുതുതായി ജനിക്കുന്ന കാര്യം യേശു ഉറപ്പായിട്ടും പറഞ്ഞ കാര്യമാണ്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ പുതുതായി ജനിച്ചില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവരാജ്യം കാണുവാൻ. അപ്പോൾ ആ കുടുംബം ദൈവരാജ്യത്തെ കാണാത്ത കുടുംബത്തിലേക്ക് ഇവർ ജോലിക്ക് പോവുകയാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, വീണ്ടും പൈശാചിക സ്പിരിറ്റിനെ വീണ്ടും, അവിടെ രോഗിയുണ്ട്, രോഗമായി കിടക്കുകയാണ്. അപ്പോൾ ആ പകർച്ച ഫുള്ള് പകർന്ന് ആ ദൈവമകനെയോ ആ ദൈവമകളെയോ ഈ പിശാച് കൊല ചെയ്യുകയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്. കടഭാരം മൂലം അവരെ ബന്ധിക്കപ്പെടുത്തി വെച്ചിരിക്കുന്നു.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഹല്ലേലൂയ. ഈ ലോകത്ത് പ്രേതമുണ്ട്, പിശാചുണ്ട്, യക്ഷിയുണ്ട്, ചോര കുടിക്കുന്ന യക്ഷിയുണ്ട്, നിന്റെ കഴുത്തിന് ഞെക്കുന്ന യക്ഷിയുണ്ട്. തൈറോയ്ഡ് എന്ന് വിചാരിക്കുമ്പോൾ നീ വിചാരിക്കും ഇതൊരു രോഗമല്ലേ എന്ന് നീ വിചാരിക്കും. നോ. രാത്രി കിടക്കുമ്പോൾ നിന്റെ കഴുത്തിന് ഞെക്കി നിന്നെ കൊല്ലാൻ നോക്കുക. നീ അത് മനസ്സിലാക്കണം. നീ അത് മനസ്സിലാക്കണം. മണ്ടിയായി ഇരിക്കരുത്, മണ്ടനായി ജീവിക്കരുത്. യക്ഷിയെ നിന്നെ കൊല്ലാൻ നോക്കുന്ന കഴുത്തിന് പിടിച്ച് ഞെക്കി നിന്റെ ശരീരത്തിൽ ഓൾറെഡി കയറി കൂടി. ഓ, എന്നിട്ട് നീ തന്നെ പറയാണ്, ഓ മരിച്ചാ മതി, മരിച്ചാ മതി. എടാ, നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ആരാടി? ഓ, അങ്ങ് മരിച്ചാൽ മതി, ഞാൻ ഒറ്റയ്ക്കല്ലേ. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരടുത്ത് ഞാൻ പറയുകയാണ്, ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്. അത് നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26:41 പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പിന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവീൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചോ? ഞാൻ വെറുതെ ഇങ്ങനെ തൊള്ള തുറക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, തലമുറയായിട്ട് ആക്സിഡൻറ്റ് തീർത്ത് കളയുന്ന പിശാചുണ്ട്. നിൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് ആരാന്നറിയോ? എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി, ബൈക്ക് ആക്സിഡൻറ്റിൽ നിൻ്റെ കുഞ്ഞിനെ തീർത്ത് കളഞ്ഞ പിശാചാ, സാത്താനാണ്. കാർ അപകടത്തിൽ നിൻ്റെ കുഞ്ഞിനെ തീർത്ത് കളഞ്ഞത് ആരാന്നറിയോ? സാത്താനാണ്. ആ സാത്താൻ നിന്നെ വിട്ടു പോയിട്ടില്ല, നിന്റെ കുടുംബത്തെ വിട്ടു പോയിട്ടില്ല. നിങ്ങൾക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരുമിച്ച് എന്താ പറയുക, സ്വന്തമായ ഒരു വാഹനം, ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയോ? പൈസയുണ്ട്, വാങ്ങിക്കാൻ പറ്റിയോ? ഫാമിലിയായി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയോ? അതിൻ്റെ പുറകെ കളിക്കുന്ന പൈശാചിക സ്പിരിറ്റ് എന്താണ്? പിശാച് തന്നെയാ. നിനക്കൊരു സന്തോഷം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? നിനക്ക് സമാധാനമുണ്ടോ? ആ ആക്സിഡൻറ്റ് വന്നേ പിന്നെ നിനക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ദൈവം നിന്നോട് പറയാണ്, ദൈവം നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം നിന്നെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആക്സിഡൻറ്റ് വന്ന് കിടന്നപ്പോൾ ആരും നിനക്ക് തുണയില്ലായിരുന്നോ? നീ ഒറ്റപ്പെട്ടപ്പോൾ നിനക്ക് ആരും തുണയില്ലായിരുന്നോ? നിന്റെ കുടുംബത്തിൽ നീ ഒറ്റയ്ക്കല്ലേ? നിന്റെ മക്കൾ എന്തുകൊണ്ടാണ് നിന്നെ വിട്ടു പോയത്? സാത്താൻ കുടിയിരിക്കുവോ? നിന്റെ വീട് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? നീ എങ്ങനെയാണ് കേസിൽ കുടുങ്ങിയത്? അതിൻ്റെ പുറകെ കളിക്കുന്ന സാത്താനാണ്. സാത്താൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. വചനം അതാ കറക്റ്റായിട്ട് പറയുന്നത്, ആകയാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവീൻ. ഇപ്പോഴും യേശു ദൈവമാണോന്ന് സംശയമാണ്.
യേശു ദൈവമാണോ എന്ന് സംശയമാണ്. ആരാ സംശയം കൊണ്ടിട്ടിരിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന, നിന്റെ ശരീരത്തിൽ നിൽക്കുന്ന ആ ദുരാത്മാവാണ് ഈ സംശയം കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നിന്നെ കൊല്ലാനാണ് അവൻ്റെ പ്ലാൻ. നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് എന്താണ്? ഈ പിശാച് നിനക്ക് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ ജപ്തി വന്നില്ലേ? നിന്റെ വീട് നഷ്ടപ്പെട്ടില്ലേ? നിന്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാതിരിക്കുന്നതുണ്ടോ? ആരാ ഇതിൻ്റെ പുറകിൽ? സാത്താനാണ്. നിന്റെ മക്കൾക്ക് പരീക്ഷയിൽ ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആരാ ഇതിൻ്റെ പുറകിൽ? സാത്താനാ, ദൈവമല്ല. നിന്റെ കുടുംബത്തിൽ ഉണർവ് വന്നിട്ടില്ല. കറക്റ്റ് വെയിലല്ല നിന്റെ കുടുംബം പോകുന്നത്. നീ എന്താ ആരാധനയ്ക്ക് പോകുന്നില്ലേ? നീ പ്രവചനം കേൾക്കുന്നില്ലേ? എന്താ കാരണം സമാധാനം ഇല്ലാത്തത്? ഇതിൻ്റെ പുറകെ കളിക്കുന്ന സാത്താനാണ്. ഇത് നീ മനസ്സിലാക്കണം. പിശാചുണ്ട്, തന്ത്രശാലിയാണ്. ഇവനെങ്ങനെ നിന്റെ കുടുംബത്തിൽ കയറാൻ നോക്കും? ഇവൻ കയറിയിരിക്കുക നിന്റെ കുടുംബത്തിൽ. ഈ സാത്താനാണ് നിങ്ങളെ ഭരിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ അടുത്ത് യക്ഷിക്കഥകൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. കുളത്തിൽ നിന്ന് ഒരു പ്രേതം ഇങ്ങനെ വരുന്നുണ്ട്. ഓ, ഇതെല്ലാം പറയുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിമിത്തേരിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രേതം എണീറ്റ് വന്നു. ഹോ, ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. മരത്തിൽ ആടി നിൽക്കുന്നത് കണ്ടു. ഹാവ്, എൻ്റെ ബൈക്കിന് മുമ്പിൽ വട്ടം ചാടി. കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഈ യക്ഷി എന്ന് പറയുന്നുണ്ടല്ലോ, നിന്റെ മൈൻഡിനെ, നിന്റെ കൈയെ ബന്ധിച്ച് കളയും. നിന്റെ ഓർമ്മയെ കെടുത്തി കളയും. നിന്റെ മൈൻഡ് കൺവേർട്ടാക്കി കളയും. നിനക്ക് രോഗങ്ങൾ കൊണ്ടിട്ട് തരും. ഇതാണ് ദുരാത്മാവ്. യക്ഷിക്കഥയിലെ നാഗയക്ഷിയല്ല ഞാൻ പറയുന്ന കഥ. നാഗയക്ഷിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ കുടിയിരിക്കുന്ന പൈശാചിക സ്പിരിറ്റുകളുണ്ട്. നിന്റെ കുടുംബത്തിൽ ഇറങ്ങേണ്ടത് എന്താണെന്നറിയോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തോടെ 120 പേരുടെ മേൽ കത്തി വ്യാപരിച്ച് നിൽക്കുന്ന, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പട്ടിണി കിടന്ന് പ്രാപിച്ചെടുത്ത അഭിഷിക്തന്മാരുണ്ട്, അഭിഷേകമുള്ളവനുണ്ട്. ഓ, ഇവൻ കാലുകുത്തിയാണ്ടല്ലോ. അങ്ങനെയുള്ളവർ നിന്റെ കുടുംബത്തിലൊരു പ്രയർ നീ സെറ്റ് ചെയ്യണം. അവിടെ ഫയറാവും. ഇവൻ്റെ കുടിയിരിപ്പ് ശക്തികൾ വിട്ടുപോകും. ഒരു പ്രയറാണ് നിന്റെ കുടുംബത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അയ്യോ, എൻ്റെ കുടുംബത്തിൽ ആരും വരണ്ട കേട്ടോ. എൻ്റെ കുടുംബത്തിൽ അഭിഷക്തന്മാരും വരണ്ട, യേശുവും വരണ്ട, ഹോളി സ്പിരിറ്റും വരണ്ട. അല്ലെങ്കിൽ യേശുവൊക്കെ എൻ്റെ വീട്ടിൽ വരുമോ ബ്രദറെ?
അപ്പോൾ വന്നെങ്കിൽ വന്നാൽ മതി. എടാ, ഈ ചിന്താഗതി നിനക്ക് കൊണ്ടുതരുന്നത് ഇത് തന്നെ പിശാച്. ഈ ചിന്താഗതി നിനക്ക് കൊണ്ടുതരുന്നില്ലേ, ഇതാണ് സാത്താൻ. നിനക്കൊരിക്കലും വിടുതൽ കിട്ടത്തുമില്ല. എടാ, നീ ആക്സിഡൻ്റ് ആയി കിടന്നില്ലേ, നീ മരിക്കാൻ കിടന്നില്ലേ, നീ കുഴിയിൽ മുങ്ങിപ്പോയില്ലേ, നീ ഒരു ജീവശ്വാസത്തിന് വേണ്ടി നീ ഉണ്ടല്ലോ, ദൈവനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. നീ കെഞ്ചിയില്ലേ, ആ സമയത്ത് നിനക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നതോ, നിന്നെ സംരക്ഷിച്ചത് യേശുവാണ്. നീ ആരെയാണ് ഭയപ്പെടുന്നത്? എടാ, നിനക്ക് ഇത്രയും ധൈര്യം, നീ ഒന്നും അല്ലെങ്കിലും ഇത്രയും ധൈര്യപ്പെട്ടില്ലേ നിന്റെ ലൈഫിൽ? ഒന്നുമല്ലെങ്കിലും നീ സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ ഒരു സ്റ്റാൻഡേർഡൊക്കെ ആയിരുന്നല്ലോ. ആന്ന്, നീ സ്കൂളിൽ പഠിച്ചപ്പോൾ എത്രയോ സ്മാർട്ടായിരുന്നു. നീ ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു, ചിരിക്കുന്നു. നിന്റെ ചിരിയൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഫാമിലി ആയപ്പോൾ, കുട്ടികളായപ്പോൾ, നിന്റെ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേനോ നിന്റെ എല്ലാ ചിരി എല്ലാം പോയോ? എല്ലാം നഷ്ടപ്പെട്ടോ? ഇതിനല്ല നിന്നെ ദൈവം വിളിച്ചത്. ഭയപ്പെടാനോ സംശയിക്കാനോ ആവശ്യമില്ലാത്ത ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കാനോ കഥകൾ കേൾക്കാനോ അല്ല നിന്നെ ദൈവം വിളിച്ചത്. നിന്നെ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഇതാണ് നീ വിശ്വസിക്കേണ്ടത്. നിനക്ക് എത്ര പ്രതികൂലത്തിൻ്റെ മുകളിൽ നീ ചവിട്ടിക്കയറും, അതാ നിൻ്റെ കോളിങ്. എത്ര നീ മറ്റുള്ളവരുടെ പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ടിരുന്നാലോ, അല്ലെങ്കിൽ നിൻ്റെ പ്രതികൂലം കണ്ട് നീ വീണ്ടും നിന്നെ കരയിപ്പിക്കുന്ന അവൻ്റെ പേരാണ് സാത്താൻ. അവൻ്റെ പേരാണ് പ്രേതം, പിശാച്. രാത്രി ഇങ്ങനെ പൂച്ചയുടെ ദേഹത്ത് കീറിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെ ഭയപ്പെടുത്തും. പട്ടി കാലം കൂവുന്നത് പോലെ നിന്നെ കാലം കൂവി ഭയപ്പെടുത്തും. പശു വെറുതെ കിടന്ന് ഇങ്ങനെ ഓളിയിടും. ആട് കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെ ഭയപ്പെടുത്തുന്നതാ. എങ്ങനെ നിനക്ക് ഭയം കൊണ്ടുവരണം? അവരും ചില എന്താ പറയുക, അവർ സൂചന തരുവാണ്. നിന്റെ കുടുംബത്തിൽ പ്രയർ വയ്ക്കാൻ സമയമായി. ആട് പശു, അതുപോലെ തന്നെ പട്ടി, പൂച്ച, പക്ഷികൾ, ഇതിനെല്ലാം സാത്താനെ ഇവർക്ക് കാണാൻ പറ്റുമോ? ദുരാത്മാക്കളെ കാണാൻ പറ്റുമോ? അതിങ്ങനെ ആ ദേശത്ത് ഭയങ്കരമായിട്ട് ഇവർ ഓളിയിടുന്നുണ്ട്, ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ നീ ഒരു പ്രയർ വയ്ക്കണം. നിൻ്റെ ദേശത്തൊരു ക്രൂസൈഡിന് വേണ്ടി നിങ്ങൾ പിരിവിട്ടൊരു ക്രൂസൈഡ് സെറ്റ് ചെയ്യണം. അഭിഷക്തന്മാരെ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്രൂസൈഡ് നിൻ്റെ ദേശത്ത് നീ പിരിവിട്ടിട്ടായാലും ചെയ്യണം. ചീട്ട് കളിക്കാനല്ല നീ പിരിവിടേണ്ടത്, അല്ല ഗാനമേളയ്ക്കല്ല നീ പിരിവിടേണ്ടത്. അന്ത്യനാളിൻ്റെ സമയമായി. യേശു നിൻ്റെ വീട്ടിൽ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് സ്വർഗരാജ്യം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ്, യേശുവിനെ കാണുവാൻ രാത്രിയുടെ മറവിൽ ഒരു മനുഷ്യൻ വരുന്നു. പേര് നിക്കോദോമോസ്. നിക്കോദോമോസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം പരീക്ഷ പ്രമാണിയാണ്.
പരീക്ഷ പ്രമാണിയാണ്, തിരുവെഴുത്തുകൾ നന്നായി അറിയാവുന്ന വ്യക്തിയുമാണ്. എന്നാൽ യഹൂദരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊന്നും അദ്ദേഹം വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ അധ്യായം യേശു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറക്കുകയാണ്. നല്ല അറിവും പക്വതയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ യേശു അയാൾക്ക് പുതിയൊരു അധ്യായം തുറന്നു കൊടുത്തു. ഞാനീ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ദൈവം ഇപ്പോൾ തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. പുതുതായി ജനിക്കണം. ദൈവം എപ്പോഴും പുതിയ കാര്യങ്ങളിലാണ് അഭിഷേകം ഇടുന്നത്. നീ എന്നും പഴയതും വെച്ചുകൊണ്ട് സംശയമായി വചനം പറയുന്നവനെയും ദൈവത്തിൻ്റെ വാക്ക് സംസാരിക്കുന്നവനെയും ഒന്നും വിശ്വസിക്കാതെ സംശയമായി നീ പഴയത് നിനക്ക് മരണമാണ്. ആ സാത്താൻ നിന്നെ കൊണ്ടുപോകും. വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ കളിക്കുന്ന കളിയില്ലേ, മരണക്കെട്ട്. സാത്താൻ നിന്നെ നിന്റെ രക്തം അവന് വേണ്ടത്, നിന്റെ ചോര അവൻ കുടിക്കും. പക്ഷെ ഒരേ ഒരു വ്യക്തിയെ ചോര വില കൊടുത്തത്, റീൻറ്റേലിയ റസറ്റലബ യബറം ടുനിയ കസൻറ്റേനിയ റെൻറ്റേല ഖാദുരിക സംറ്റേനിയ മിഖ മനാക സിക്രൈൻ ടോല റെൻറ്റൂലി റംതാനിയ ലഖാധരാക സംറ്റേനിയ മിഖ ബറാക്കറ്റ റെൻറ്റേലിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. അവൻ്റെ പേരാണ് യേശു. അവൻ്റെ പേരാണ് യേശു. രക്തം വില തന്നവൻ, ചോര തന്ന് എടുത്തവൻ. ചോര. ഹല്ലേലൂയ. പിതാവിൻ്റെ ദാനമാണ് യേശു. ദാനം തന്നതാ. ഇതിലല്ലാതെ നിനക്ക് പുതിയതായി ജനിക്കാൻ പറ്റത്തില്ല. വെറും ഒരു രോഗി, എൻ്റെ രോഗം മാറണം പാച്ചറെ, എൻ്റെ രോഗം ഒന്നും മാറണം, എൻ്റെ കടബാധ്യത ഒന്നും മാറണം പാച്ചർ. അയ്യോ, എനിക്ക് ദുബായിലേക്കൊന്ന് വഴി തുറക്കാൻ പ്രാർത്ഥിക്കുമോ പാച്ചർ. ഹല്ലേലൂയ. ഇതെല്ലാം വേണമെന്നല്ല, നിങ്ങൾ ക്രിസ്തുവിനായി ജീവിക്കാൻ നോക്കണം. 2026 ആയെന്ന് നീ വിചാരിക്കുക. നിൻ്റെ തലയ്ക്കകത്തത് കയറണോ? എനിക്ക് പുതിയതായി ജനിക്കണോ? കണ്ട ന്യൂസ് ചാനലും കണ്ട അമ്മച്ചിമാരും പറയുന്നത് കേട്ടിരിക്കലല്ല എൻ്റെ ജോലി. ഞാൻ ക്രിസ്തുവിൽ പുതിയ വ്യക്തിയാണെന്ന് നീ ഇങ്ങനെ പറയണം. ഇതാ നിന്റെ പവർ. ഹല്ലേലൂയ. ഞാൻ അത്ഭുതം ചെയ്യും, ഞാൻ അത്ഭുതം കാണും. നിനക്ക് തീഷ്ണത ഉണ്ടായിരിക്കണം. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. കർത്താവ് ആഗ്രഹിക്കുക നീ ബ്രാൻഡ് ആവണം. ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. നീ ബ്രാൻഡഡായി മാറണം, പുതുതായി ജനിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ.